നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഏഷ്യ കപ്പിൻ്റെ സൂപ്പർ ഫോറിൽ പാകിസ്ഥാൻ അവരുടെ ആദ്യ വിജയം സ്വന്തമാക്കിയിരിക്കുന്നു. ശ്രീലങ്കയെ അവർ പരാജയപ്പെടുത്തി 5 വിക്കറ്റിനാണ് പാകിസ്ഥാൻ്റെ വിജയം. ഈ പരാജയത്തോടെ ശ്രീലങ്ക ഏഷ്യ കപ്പിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നിർണായകമായ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക നിശ്ചിത 20 ഓവറുകളിൽ 8 വിക്കറ്റിന് 133 റൺസ് അടിച്ചപ്പോൾ പാകിസ്ഥാൻ 18 ഓവറുകളിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടക്കിയായിരുന്നു. അങ്ങനെ 12 പന്തുകൾ ശേഷിക്കെ 5 വിക്കറ്റിൻ്റെ വിജയം അവർ സ്വന്തമാക്കി. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്കയ്ക്ക് തുടക്കം തന്നെ പിഴക്കുകയായിരുന്നു. ഒറ്റ റൺസ് മാത്രം എടുത്ത് നിൽക്കുമ്പോൾ അവർക്ക് ഓപ്പണർ കുശാൽ മെൻഡിസിനെ നഷ്ടപ്പെട്ടു. കുശാൽ മെൻഡിസ് ഡെക്കായിരുന്നു. ഷഹീൻ ഷാ അഫ്രീദിയാണ് അദ്ദേഹത്തെ മടക്കി വിട്ടത്. സഹ ഓപ്പണർ പത്തും നിസാങ്ക 8 റൺസ് മാത്രമാണ് അടിച്ചത്. വീണ്ടും അഫ്രീദിയാണ് വിക്കറ്റ് എടുത്തത്. കുശാൽ പെരേര 15, ചരിത് അസലങ്ക 20. ഇങ്ങനെയായിരുന്നു അവരുടെ മറ്റ് ടോപ്പ് ഓർഡർ ബാറ്റർമാരുടെ സംഭാവന. എന്നാൽ കുശാൽ മെൻഡിസ്, കാമിൻഡു മെൻഡിസ് മികച്ച പ്രകടനം നടത്തി 44 പന്തിൽ 50 റൺസ് നേടിയതാണ് ടീമിൻ്റെ ഇന്നിങ്സിന് നട്ടലായിട്ട് മാറിയത്. ദാസും ഷനാക്ക ഡെക്കായി മടങ്ങിയപ്പോൾ വാനന്ദു ഹസരംഗ 13 പന്തിൽ നിന്ന് 15 റൺസാണ് അടിച്ചത്. ചമിക് കരുണരത്നെ 17 റൺസുമായിട്ട് പുറത്താകുന്നു. 21 പന്തിൽ നിന്നായിരുന്നു 17 റൺസ് വന്നത്. ദുഷ്മന്ത ചമീര 1 റൺസുമായിട്ട് മടങ്ങി. അങ്ങനെ 20 ഓവർ പൂർത്തിയാകുമ്പോൾ 133 എന്ന അത്ര മികച്ചതല്ലാത്തൊരു സ്കോറിലാണ് അവരുടെ ഇന്നിങ്സ് അവസാനിച്ചത്. തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിരുന്നില്ല പാകിസ്ഥാൻ എന്നതാണ് യാഥാർത്ഥ്യം. ഷഹീൻ ഷാ അഫ്രീദി അവർക്ക് വേണ്ടി 3 വിക്കറ്റ് എടുത്തപ്പോൾ ഹാരിസ് റൌഫും അതുപോലെ ഹുസൈൻ തലത്തും 2 വീതം വിക്കറ്റുകൾ വീഴ്ത്തി. അബ്രാർ അഹമ്മദ് 1 വിക്കറ്റും നേടുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ പാകിസ്ഥാന് വേണ്ടി ഷൈബ്സാദ ഫർഹാനും ഫക്കർ സമാനും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ട് 45 റൺസാണ് സംഭാവന ചെയ്തത്. അത് തന്നെ വിജയത്തിന് അടിത്തറയായിട്ട് മാറുകയും ചെയ്തു. ഷൈബ്സാദ ഫർഹാൻ 15 പന്തിൽ നിന്ന് 24 റൺസ് അടിച്ചപ്പോൾ ഫക്കർ സമാൻ 19 പന്തിൽ നിന്ന് 17 റൺസാണ് അടിച്ചത്. പിന്നെ സെയിം അയ്യൂബ് വീണ്ടും പരാജയപ്പെട്ട് 2 റൺസാണ് അടിച്ചത്. ക്യാപ്റ്റൻ സൽമാൻ അലി ആകെ 5 റൺസ് മാത്രമാണ് എടുത്തത്. എന്നാൽ ഹുസൈൻ തലത്ത് 30 പന്തിൽ നിന്ന് 32 റൺസുമായിട്ട് വിജയം ഉറപ്പാക്കിയായിരുന്നു. മുഹമ്മദ് ആരിസ് 11 പന്തിൽ നിന്ന് 13 റൺസുമായിട്ട് മടങ്ങി. മുഹമ്മദ് നവാസ് 24 പന്തിൽ നിന്ന് 38 റൺസ് അടിച്ച് പുറത്താകുന്നതുകൊണ്ട് മികച്ച പ്രകടനം നടത്തി അദ്ദേഹം 3 4ഉം 3 6ഉം അടിക്കുകയും ചെയ്തു. ഏതായാലും തകർപ്പൻ ഒരു വിജയം എന്ന് പറയാം. 5 വിക്കറ്റിൻ്റെ വിജയം. ഇത് നിർണായകമായ പോരാട്ടം കൂടിയായിരുന്നു. ആ ഒരു വിജയത്തോടു കൂടി പാകിസ്ഥാൻ അവരുടെ ഫൈനൽ പ്രതീക്ഷകൾ സജീവമാക്കിയിരിക്കുകയാണ്. അതേസമയം ശ്രീലങ്ക പുറത്തായിരിക്കുകയും ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.